മഹാരാജ രഞ്ജിത് സിംഗിന്റെ മകനെ ബ്രിട്ടീഷുകാർ ചെറുപ്രായത്തിൽ തന്നെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. എന്നാൽ അദ്ദേഹത്തിനുള്ളിലെ സിഖ് വീര്യത്തെ കൊല്ലാൻ അവർക്ക് സാധിച്ചോ? 1849 രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിന്റെ പൊടിപടലങ്ങൾ അടങ്ങുന്നതിന് മുൻപേ പഞ്ചാബിന്റെ മുറിവുകൾ ആഴമേറിയതായി മാറി. സിഖ് സാമ്രാജ്യത്തിന്റെ പരാജയത്തിന് ശേഷം പഞ്ചാബ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. മഹാരാജ രഞ്ജിത് സിംഗ് കെട്ടിപ്പടുത്ത സാമ്രാജ്യം ദുർബലമായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ മകൻ മഹാരാജ ദുലീപ് സിംഗിന് വെറും 10 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ബ്രിട്ടീഷുകാർ അവനെ അമ്മയായ ജിന്ദ് കൗറിൽ നിന്ന് വേർപെടുത്തുകയും ജന്മനാട്ടിൽ നിന്ന് ഏറെ അകലെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുകയും ചെയ്തു. അവിടെ ജോൺ ലോഗിന്റെ സംരക്ഷണയിൽ പൂർണ്ണമായും ബ്രിട്ടീഷ് ആചാരങ്ങൾക്കനുസരിച്ചാണ് അദ്ദേഹം വളർന്നത്. 15-ാം വയസ്സിൽ ക്രിസ്തുമതത്തിലേക്ക് മാറ്റപ്പെട്ട അദ്ദേഹം ബ്രിട്ടീഷ് രാജിനോട് കൂറുള്ളവനായി വളർത്തപ്പെട്ടു. വിക്ടോറിയ രാജ്ഞിയുടെ കണ്ണിലുണ്ണിയായി. ഒരു ഇംഗ്ലീഷ് പ്രഭുവിനെ പോലെയുള്ള പെരുമാറ്റവും ശൈലിയുമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിന് അവകാശപ്പെട്ട രാജ്യം പിന്നിൽ ഉപേക്ഷിക്കപ്പെട്ടു. എന്നാൽ 1861 തൻ്റെ അമ്മയെ കണ്ടുമുട്ടിയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി. അമ്മ അദ്ദേഹത്തിന് തൻ്റെ യഥാർത്ഥ സ്വത്വത്തെക്കുറിച്ചും സിഖ് മതത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ബ്രിട്ടീഷുകാരുടെ വഞ്ചനയെക്കുറിച്ചും പറഞ്ഞുകൊടുത്തു. യാഥാർത്ഥ്യം മനസ്സിലാക്കിയ അദ്ദേഹം തൻ്റെ മതവും പഞ്ചാബും തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചു. 1886 അദ്ദേഹം ഇംഗ്ലണ്ട് വിട്ട് പഞ്ചാബിലേക്ക് യാത്ര തിരിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്ന ഏഡനിൽ, അതായത് ഇന്നത്തെ യമൻ, അവിടെ അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ വെച്ച് ജ്ഞാനി പ്രതാപ് സിംഗിൻ്റെയും നിരവധി സിഖ് സന്യാസിമാരെയും കണ്ടുമുട്ടുകയും അമൃത് സഞ്ചാർ സ്വീകരിക്കുകയും ചെയ്തു. അവിടെ ആ ഇംഗ്ലീഷ് രാജകുമാരൻ അവസാനിക്കുകയും ഒരു സിഖ് സർദാർ പുനർജനിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ നിശബ്ദമായും എന്നാൽ കർശനമായും അദ്ദേഹത്തിൻ്റെ പാത തടയുകയും തടവിലാക്കുകയും ചെയ്തു. സ്വന്തം ഇന്ത്യൻ മണ്ണിൽ കാലുകുത്താൻ പോലും അനുവദിക്കാതെ അവർ അദ്ദേഹത്തെ ജയിലിലേക്ക് തള്ളി. കർശനമായ നിരീക്ഷണത്തിലാക്കി. തനിക്ക് അവകാശപ്പെട്ട മണ്ണ് അദ്ദേഹത്തിന്റെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. ദുലീപ് സിംഗിന്റെ തിരിച്ചുവരവ് ഒരു വിപ്ലവത്തിന് തിരികൊളുത്തുമെന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യം ഭയപ്പെട്ടു. യൂറോപ്പിന്റെയും റഷ്യയുടെയും സഹായത്തോടെ പഞ്ചാബ് തിരിച്ചുപിടിക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും സ്വന്തമായി സൈന്യമോ ഭക്ഷണമോ ഇല്ലാത്തതിനാൽ ആ പോരാട്ടം വെറുമൊരു നിലവിളിയായി അവസാനിച്ചു. കൊട്ടാരങ്ങളിൽ നിന്ന് യൂറോപ്പിലെ വാടകമുറികളിലേക്ക് അദ്ദേഹം മാറി. ഒടുവിൽ 1893 പാരീസിൽ വെച്ച് വീടില്ലാത്ത ഒരു സഞ്ചാരിയായി അദ്ദേഹം അന്തരിച്ചു. ദുലീപ് സിംഗിനെ ഇംഗ്ലണ്ടിലാണ് അടക്കം ചെയ്തതെങ്കിലും ഒടുവിൽ അദ്ദേഹം തന്റെ സിഖ് സ്വത്വം വീണ്ടെടുത്തു. അദ്ദേഹത്തിന്റെ ഹൃദയവും കഥയും ഇന്നും പഞ്ചാബിന്റെ മണ്ണിൽ ജീവിക്കുന്നു. തന്റെ ജീവിതകാലം മുഴുവൻ സ്വന്തം വീടായ പഞ്ചാബിനു വേണ്ടി തിരച്ചിൽ നടത്തിയ രാജാവായി ഇന്നും ജനങ്ങൾ അദ്ദേഹത്തെ ഓർക്കുന്നു.